ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് ഷീറ്റ് ഇടുന്ന പിന്നെ ഇപ്പം ഇത് പണിയാൻ വർക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. 9 അടി ലെങ്തിലാണ് ഫ്രണ്ടിലോട്ട് ഷീറ്റ് ഇടുന്നത്. 8 ഷീറ്റാണ് നമ്മൾ ഇടുന്നത്. 8 മീറ്റർ നീളത്തിൽ 9 ഷീറ്റ് ഇടുന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ നടുക്ക് തൂണ് നമ്മൾ കൊടുക്കുന്നില്ല, 2 എൻഡിന് മാത്രമാണ് നമ്മൾ തൂണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ ബീം ഡ്രസ്സ് പോലെ അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ 2 കൊന്നിൻ്റെ പൈപ്പ് വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. 2 കൊന്നിൻ്റെ പൈപ്പ് ക്രോസായിട്ട് നമ്മൾ 1 ഇഞ്ചിൻ്റെ പൈപ്പ് ക്രോസ് അടിച്ച് കൊടുത്ത് പോയത്. കഴുക്കോലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 3 കൊന്നിൻ്റെ പൈപ്പാണ്. പട്ടികയായിട്ട് നമ്മൾ 1 കൊന്നിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ 3/5 ഓക്സിയുടെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. കോട്ടിങ്ങുള്ള ടൈപ്പ് ഓക്സിയുടെ ഷീറ്റ്. ഇനി നമ്മൾ മൊത്തത്തിൽ അടിച്ചിരിക്കുന്നത് ബ്ലാക്ക് പ്രൈമറാണ്. പ്രൈമർ ഗ്രേ അടിക്കൽ കൂടുതലുണ്ട്, പക്ഷേ ഇത് നമ്മൾ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് കാണാൻ കുറച്ച് ലുക്ക് വന്നിട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ബ്ലാക്ക് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പം വീടിനൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഗ്രേ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും എല്ലാം ഒരേ ഇത് തന്നെയാണ്, ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ട് ബ്ലാക്കാണ് ഇപ്രാവശ്യം അടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പൈസയും ചിലവും എല്ലാം ഏകദേശം ഒരേ സെയിം തന്നെ വരും. ഇവിടെ ഇവർ നമ്മളോട് പോളികാർബൺ ഷീറ്റ് ഇടണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ പോളികാർബൺ ഷീറ്റ് ഇടാൻ പറ്റുന്ന ഒരു കണ്ടീഷനുള്ള വീടായിരുന്നില്ല, കാരണം അടുത്തൊക്കെ മരങ്ങളും തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് പോളികാർബൺ നമ്മൾ പറഞ്ഞു പോളികാർബൺ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് കൂടുതലായിരിക്കുന്നെല്ലാം പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 9 അടി ഷീറ്റോളം ഇടണം. പോളികാർബൺ നമുക്ക് ഒറ്റ ഷീറ്റ് കിട്ടുന്നത് 7 അടി വീതിയാണ്. അപ്പം അല്ല ജോയിൻ്റ് ഇടണം. ജോയിൻ്റൊക്കെ ഇട്ട് കഴിയുമ്പം കുറേ ജോയിൻ്റ് വരും, അപ്പം നല്ല ചിലവും കൂടുതൽ വരുമല്ലോ. അപ്പോൾ ഈ വർക്കിന് നമുക്ക് ചിലവായിട്ടുള്ള പൈസ ഏകദേശം 30,000 രൂപയാണ് മൊത്തം ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. ഇനി ഈ വീട്ടിൽ വേറെ എന്തൊക്കെ പണികൾ ബാക്കി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സ്ക്വയർ പാത്തിയും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. യൂറോ കാർഡിൻ്റെ വൈറ്റ് പാത്തിയാണ് നമ്മൾ പ്രാവശ്യം സെറ്റ് ചെയ്യുന്നത്. അത് മൊത്തം ഒരു സൈഡിലോട്ട് ചെറിയൊരു സ്ലോപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഈ മൊത്തം വെള്ളം ഒരു സൈഡിലോട്ട് പോകണമെന്ന് മാത്രമല്ല, ഈ വെള്ളം ഈ 9 അടി ഷീറ്റിൻ്റെ വെള്ളം മാത്രമല്ല ഉള്ളത്, ടോപ്പിൽ നിന്ന് വരുന്ന ഓടിലെ വെള്ളം കൂടി ഇതിലോട്ട് വരും. അപ്പോൾ അതെല്ലാം കൂടി കവർ ചെയ്തിട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ ചെറിയ സ്ലോപ്പും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം പോകുന്നത് നമ്മൾ വിശ്വസിക്കുന്നു പറഞ്ഞാൽ നിലവിൽ സ്ലോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് തന്നെ വാത്തിയൊക്കെ കൊടുക്കുമ്പോൾ പരമാവധി 2 സൈഡിലോട്ടും സ്ലോപ്പ് കൊടുക്കുകയാണെങ്കിൽ ബ്ലോക്കൊക്കെ കുറഞ്ഞു കിട്ടും. കാരണം ചപ്പൊക്കെ വീണ് അടിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആകെപ്പാടെ ഗുലുമാലാവും. ഇത് ഒരു സൈഡിലോട്ട് വിട്ടിട്ടുണ്ട്. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം വെള്ളമൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ചപ്പൊക്കെ അടിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് ക്ലീനിങ് ഒക്കെ നടക്കുവാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതൊന്നും ആരും ചെയ്യൂലല്ലോ. അതാണ്, ഇതൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റേ ഉള്ളൂ. ഫ്രണ്ടിലൊരു സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഡെസ്ക് ഇട്ടിട്ട് അതിനുള്ളൊരു കയറി നിന്നാൽ തന്നെ അത്യാവശ്യം എത്തുന്നൊരു ഹൈറ്റേ ഉള്ളൂ. കാരണം അത്രയും ഹൈറ്റേ ഉള്ളൂ. കാരണം ഓടിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ പാത്തി ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് ജോയിൻറ്റ് വെക്കൽ വളരെ കുറവാണ്. ഇതുപോലത്തെ എല്ലാ പാത്തിക്കും നമുക്ക് നടക്കില്ല. ഇതിപ്പോൾ യൂറോ കാർഡിൻ്റെ ഒക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാലും ഒരു 10-20 സെൻറ്റിമീറ്ററിലധികം കയറ്റിയിട്ട് കഴിഞ്ഞാൽ ലീക്ക് വളരെ കുറവുണ്ട്. ഈ ജോയിൻറ്റ് ഏത് പാത്തി എടുത്തു കഴിഞ്ഞാലും ജോയിൻറ്റിനാണ് എത്ര അടുപ്പിച്ച് ക്ലാമ്പ് വെച്ചാലും ജോയിൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ലീക്ക് വരുന്നത്. എല്ലാവരുടെ അനുഭവങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ജോയിൻറ്റിന് എന്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. കാരണം പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ജോയിൻ്റ് ഒരു 2 വർഷം കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പായലെല്ലാം വീണ് ചപ്പല അടിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി മണ്ണ് കളർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇളകാൻ തുടങ്ങും, ഈ സിലിക്കോണ്. അപ്പം അതിനെന്താ ഒരു പരിഹാരം എന്നുള്ളതൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 തൂണിൻ്റെ കോൺക്രീറ്റിങ് കൂടി കമ്പി അടിച്ച് വെച്ചിട്ട് നമ്മൾ തൂണ് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ, അത് കോൺക്രീറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. നല്ല വെയിലാണ് ഇപ്പം. ഈ വർഷം വെയിൽ കുറച്ച് കൂടുതലാണ് തോന്നുന്നു. കാരണം മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര ചൂട്. അതായത് തെളിയുന്ന വെയിലിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനധികമുള്ള ചൂടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇതുപോലുള്ള ചെറിയ വർക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണ്ടേ, വലിയ വർക്കിൻ്റെ വീഡിയോ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വർക്കുകളും അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ചെറിയ വർക്ക്, വലിയ വർക്കിൻ്റെ വീഡിയോ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.